വരസ്യ പിതരൗ വധ്വാ പിതരൗ സഹപാഠിനൗ വധൂവരജ്ഞാതിയുഗ്മം ആചാര്യശ്ച പുരോഹിതഃ. വരസ്യ പിതരൗ വരന്റെ മാതാവും പിതാവും, വധ്വാഹ വധുവിന്റെ പിതരൗ മാതാവും പിതാവും, സഹപാഠിനൗ സഹപാഠികളും, വധൂവരജ്ഞാതിയുഗ്മം വധൂവരന്മാരുടെ രണ്ട് ബന്ധുക്കളും, ആചാര്യ ആചാര്യനും, പുരോഹിത പുരോഹിതനും. ഇനി അടുത്ത ശ്ലോകം. ദശസന്നിധീരൻ തേ പാണിപീഡന കർമ്മണി നാദോ ന്യൂനാസ്തു യുജ്യേരൻ ലോകസംഗ്രഹ കാരണാത്. തേ ദശ അവർ 10 പേരും, പാണിപീഡന കർമ്മണി വിവാഹകർമ്മത്തില്, പാണി ഗ്രഹിക്കുന്ന കർമ്മത്തില്, സന്നിധീരൻ സന്നിധാനം ചെയ്യണം. അതഹ അതുകൊണ്ട്, ലോകസംഗ്രഹ കാരണാത് ജനങ്ങളുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടി, ന്യൂനാസ്തു ന യുജേര്യൻ അതിൽ കുറഞ്ഞാൽ പോരാ. ഒരു കല്യാണം നടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കാര്യം പറയുന്നത്, കൂടുന്ന കാര്യം പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ആരുണ്ടാകണം? വരൻ്റെ മാതാവും പിതാവും, വധുവിൻ്റെ മാതാവും പിതാവും. അപ്പോൾ അവിടെ ഉഭയസമ്മതം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വരൻ്റെ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടാകണം. പിന്നെ പെൺകുട്ടിയുടെ ഹൃദയം മനസ്സിലാക്കുന്ന സഹപാഠികളുണ്ടെങ്കിൽ, 1-2 പേരുണ്ടെങ്കിൽ അത്ര നല്ലത്. അതുപോലെ വരൻ്റെയും സഹപാഠികൾ, വധൂവരന്മാരുടെ 2 ബന്ധുക്കൾ ചുരുങ്ങിയതുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ കല്യാണം ഏറ്റവും ചുരുങ്ങിയ കാര്യം പറയുന്നത്, അതിൽ കൂടുതൽ എത്ര വരെ വേണമെന്നൊന്നും പറയുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അഭിരുചികളായിരിക്കണം. മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത, ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം ഷെയർ ചെയ്യാനുള്ള, പങ്കുവെക്കാനുള്ള സമയങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആഴത്തിലുള്ള പങ്കുവെക്കലുകൾ വളരെ കുറവാണ്. ഉപരിപ്ലവമായിട്ടുള്ള പങ്കുവെക്കലുകളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തിന് ഒരു അഗാധതയില്ല, അവരുടെ ബന്ധത്തിന് ആഴത്തിലുള്ള സ്പർശങ്ങളില്ലാതെ പോകുന്നു എന്നത് വേറെ ഒരു കാര്യം. ഇതൊക്കെ ലോകത്തിൻ്റെ ഇന്നത്തെ സ്വഭാവമാണ്.